നിറഞ്ഞിടും ജീവനേകിടും സ്വാതന്ത്ര്യം നൽകും സത്യവെളിച്ചം. ട്രൂ ഫ്രീഡം മിഷൻ പ്രേക്ഷകർക്ക് 78ാമത് സ്വാതന്ത്ര്യദിനാശംസകൾ നേരുകയാണ്. എവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ബ്രിട്ടീഷ് അധിനിവേശത്തിൽ നിന്ന് നമ്മുടെ രാജ്യം സ്വതന്ത്രമായിട്ട് 78 വർഷം തികയുമ്പോൾ നമ്മൾ പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ രാജ്യം ഒത്തിരി മുന്നേറിയിരിക്കുകയാണ്. അനേകമായ വിഷയങ്ങളിൽ നമ്മൾ അഭിവൃദ്ധി പ്രാപിച്ചിരിക്കുന്നു. വിദ്യാഭ്യാസ മേഖലകളിലും സൈനിക ശക്തിയിലും മറ്റു രാജ്യങ്ങളോട് കിടപിടിക്കത്തക്ക വിധത്തിൽ നമ്മുടെ രാജ്യം നേട്ടങ്ങൾ കൈവരിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ടും നമ്മുടെ രാജ്യം ലോകരാജ്യങ്ങൾക്ക് തന്നെ ഒരു പേടി സ്വപ്നമായി മാറി എന്ന് വേണം തന്നെ നമുക്ക് കരുതാൻ. രാജ്യം വളർന്നുകൊണ്ടിരിക്കുന്നു. ഈ 78ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷ വേളയിൽ നമ്മൾ എല്ലാവിധത്തിലും സ്വാതന്ത്ര്യം നമ്മൾ നേടിയിരിക്കുന്നു എന്ന് ചിന്തിക്കുമ്പോൾ പല വിധത്തിലും നമ്മൾ ഇപ്പോഴും അടിമത്തമാണ്. മതത്തിൻ്റെയും വർഗത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ജനങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കുകയും തമ്മിൽ കൊല്ലുകയും ചീർക്കുകയും ചെയ്യുന്ന അനുഭവങ്ങൾ നമ്മുടെ രാജ്യത്ത് നടമാടിക്കൊണ്ടിരിക്കുന്നു. അത് വേദനിപ്പിക്കുന്ന, നമുക്ക് നമ്മുടെ സന്തോഷത്തെ കെടുത്തുന്ന അനുഭവങ്ങളാണ്. കഴിഞ്ഞ ചില നാളുകൾക്ക് മുമ്പാണ് മണിപ്പൂരിലെ വിഷയങ്ങളും മറ്റൊത്തിരി വിഷയങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട്. അതൊന്നും വിവരിക്കുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നില്ല. എത്രമാത്രം ഭയാനകമായ ഭീകരമായ പ്രവൃത്തികൾ നമ്മുടെ രാജ്യത്ത് ഉണ്ടാകുന്നു. എല്ലാവരും സ്വാതന്ത്ര്യം കൊതിക്കുന്നവരാണ്. പക്ഷിമൃഗാദികളും മനുഷ്യരും എല്ലാം സ്വാതന്ത്ര്യം എല്ലാവർക്കും വേണം. എന്നാൽ മനുഷ്യന് ഒരിക്കലും പൂർണ്ണമായ സ്വാതന്ത്ര്യം ലഭ്യമാകുകയില്ല. ഒരിടത്തു നിന്നും കിട്ടുകയില്ല. മറ്റൊരു സ്ഥലങ്ങളിൽ നിന്നും സ്വാതന്ത്ര്യം ലഭ്യമാകുകയില്ല. എന്നാൽ യോഹന്നാന്റെ സുവിശേഷം 8ാം അധ്യായം ബൈബിള് പറയുന്നത് നമുക്ക് ഇങ്ങനെയാണ്. 8:32 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു. അവർ അവനോട്, ഞങ്ങൾ അബ്രഹാമിൻ്റെ സന്തതി, ആർക്കും ഒരു നാളും ദാസന്മാരായിരുന്നിട്ടില്ല. നിങ്ങൾ സ്വതന്ത്രനാകും എന്ന് നീ പറയുന്നത് എങ്ങനെ എന്നുത്തരം പറഞ്ഞു. അതിന് യേശു, ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, പാപം ചെയ്യുന്നവനെല്ലാം പാപത്തിൻ്റെ ദാസനാകുന്നു. ദാസൻ എന്നേക്കും വീട്ടിൽ വസിക്കുന്നില്ല, പുത്രൻ എന്നേക്കും വസിക്കുന്നു. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. ഈ പ്രശ്നത്തിൻ്റെ എല്ലാം മൂലകാരണം പാപമാണ് എന്ന് ബൈബിള് വളരെ വ്യക്തമായി വിളിച്ചറിയിക്കുകയാണ്. എന്നാൽ ഈ പാപത്തിൽ നിന്നും, ഈ ശാപത്തിൽ നിന്നും, ഈ അടിമത്തത്തിൽ നിന്നും നമ്മെ രക്ഷിക്കുവാൻ, കരകയറ്റുവാൻ ഒരു രാഷ്ട്രത്തിനോ ഒരു തത്വസംഹിതകൾക്കോ കഴിയാതെ ഇരിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന യേശു കർത്താവ് പറയുന്നത് ഇങ്ങനെയാണ്: സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോടായിട്ട് പറയുകയാണ്, നിങ്ങൾ ഈ വചനത്തിൽ പൂർണ്ണമായി നിലനിൽക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം പൂർണ്ണമാകുകയുള്ളൂ എന്ന് പറയുകയാണ്. സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും എന്ന് പറയുകയാണ്. എന്താണ് ഈ സത്യം? യേശു തന്നെ പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. യേശു കർത്താവ് പറയുകയാണ്, ഞാൻ തന്നെയാണ് വഴി, ഞാൻ തന്നെയാണ് മാർഗം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എത്തപ്പെടേണ്ട സ്ഥലത്ത് സുരക്ഷിതമായി എത്തപ്പെടണമെങ്കിൽ നിങ്ങൾക്ക് എന്നിൽ കൂടെ അല്ലാതെ കഴിയുകയില്ല. ഇതാണ് തിരുവചനം പഠിപ്പിക്കുന്നത്.
ഇവിടെ നമ്മൾ വായിച്ച വേദഭാഗത്തിൽ ഇങ്ങനെ പറയുന്നു, നിങ്ങൾ സ്വതന്ത്രരാകും എന്ന് എങ്ങനെ പറയും? ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, പാപം ചെയ്യുന്നവനെല്ലാം പാപത്തിൻ്റെ ദാസനാകുന്നു. പാപം മൂലം മനുഷ്യർ അടിമത്തത്തിലായിരിക്കുകയാണ്, പിശാചിൻ്റെ അടിമത്തത്തിലായിരിക്കുക. എന്നാൽ ഈ അടിമത്തത്തിൽ നിന്ന് സ്വതന്ത്രമാക്കുവാൻ പറയുന്നത് ഇങ്ങനെയാണ്, പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ. ആരാണ് പുത്രൻ? യേശു കർത്താവ്. യേശു കർത്താവ് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും എന്നാണ് പറയുന്നത്. പ്രിയരെ, ഈ 78ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷവേളയിൽ, സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ നമ്മൾ ചിന്തിക്കണം, പല വിധത്തിലും മതത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ തമ്മിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതിൻ്റെ പിന്നിലുള്ള കാരണം ഈ പാപമാണ്. ഈ പാപ സ്വഭാവത്തിൽ നിന്ന് മനുഷ്യന് മുക്തി ലഭിക്കുവാൻ യേശു കർത്താവിൻ്റെ രക്തം മാത്രമേ പര്യാപ്തമാകുകയുള്ളൂ. ഒരാളെ എബ്രായ ലേഖനത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്, രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. അപ്പോൾ ഈ ലോകത്തെ ഒരു മൃഗത്തിൻ്റെയോ ഒരു മനുഷ്യൻ്റെയോ കുരുതി കൊണ്ടോ അല്ലെങ്കിൽ ഒരു കുരുതികൾ കൊണ്ടോ രക്തം ചൊരിഞ്ഞതുകൊണ്ടോ നമുക്ക് സ്വാതന്ത്ര്യം ലഭ്യമാകില്ല, പാപമോചനം ലഭ്യമാകില്ല. പ്രത്യുത ഒരു പാവന രക്തം ചൊരിയപ്പെടണം. അത് ഈ ഭൂമിയിൽ ഒരു മനുഷ്യർക്കും അവകാശപ്പെടുവാൻ കഴിയില്ല. പാവനമായ രക്തം യേശു കർത്താവിൻ്റെ മാത്രമാണ്. പരിശുദ്ധാത്മാവിനാൽ ഈ ഭൂമിയിൽ അവതരിച്ച് 33.5 തിരുവയസ്സ് വരെ ഈ ഭൂമിയിൽ ജീവിച്ച് 2 കള്ളന്മാരുടെ മധ്യത്തിൽ കാൽവറിയിൽ യാഗമായി തീർന്ന യേശു കർത്താവിൽ വിശ്വസിക്കുന്നവർക്ക് പാപമോചനമുണ്ടാകും. അങ്ങനെ വിശ്വസിച്ചാൽ താങ്കൾ സ്വതന്ത്രരാകും എന്നാണ് തിരുവചനത്തിൽ വായിക്കുന്നത്. പ്രിയ സഹോദര, ഇത് താങ്കൾക്ക് വേണമെങ്കിൽ തള്ളിക്കളയാം, ഉൾക്കൊള്ളാം. അത് സ്വീകരിക്കാനും സ്വീകരിക്കാതിരിക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം ഇന്ത്യൻ മഹാരാജ്യം നൽകുന്നുണ്ട്. കാരണം അത്രയ്ക്കും മഹത്വകരമായ ഒരു ഭരണഘടന നമുക്കുണ്ട്. എല്ലാറ്റിനെയും ഉൾക്കൊള്ളുവാനും എല്ലാറ്റിനെയും സ്വീകരിക്കുവാനുമുള്ള ഒരു അവകാശം നമ്മുടെ ഭരണഘടന വരുന്നു. എത്ര മഹത്വകരമായ ഭരണഘടനയാണ്. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഇതിൻ്റെ ഭരണഘടനാ ശില്പികൾ എത്ര ദീർഘവീക്ഷണത്തോടുകൂടെയാണ് ഈ കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചിരിക്കുന്നത്. ലോകത്തിൻ്റെ മുമ്പിൽ ഏറ്റവും വലിയ ജനാധിപത്യ ശക്തിയായി നമ്മുടെ രാജ്യം തലയുയർത്തി നിൽക്കുമ്പോൾ നമ്മുടെ ഭരണഘടനയൊക്കെ വളരെ ഏറ്റവും ശ്രേഷ്ഠകരമായ അനുഭവത്തിലാണ്. ആരെയും ഉൾക്കൊള്ളുവാനും എല്ലാവരെയും സ്വീകരിപ്പാനും ഒക്കെ ഉള്ള, എല്ലാ തത്വസംഹിതകളെയും ഉൾക്കൊള്ളുവാനും ഒക്കെ ഉള്ള സ്വാതന്ത്ര്യം, എന്തും കഴിക്കാനും എന്തും ഉടുക്കാനും എന്തും ഭക്ഷണം കഴിക്കാനും ഒക്കെ തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ രാജ്യം തരുന്നുണ്ട്. എന്നാൽ പലയിടങ്ങളിലും അങ്ങിങ്ങായിട്ട് ചില അസ്വസ്ഥതകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ശരിയായ കാര്യമാണ്. അത് നമ്മുടെ രാജ്യത്ത് ഇനിയും ഉണ്ടാകരുത് എന്നുള്ളതാണ് വസ്തുത. എന്നാൽ ഈ സ്വാതന്ത്ര്യദിന ആഘോഷവേളയിൽ താങ്കളോട് ഞാൻ പറയുവാൻ താല്പര്യപ്പെടുന്നത്, മറ്റൊരുത്തിനും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏകനാമമേ ഉള്ളൂ. അത് യേശുക്രിസ്തുവിൻ്റെ നാമമാണ്. ആ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചാൽ താങ്കൾ സ്വതന്ത്രരാകും. താങ്കളുടെ ജീവിതം സമാധാനപൂർണമാകും. എല്ലാ ഭയത്തിൽ നിന്നും എല്ലാ ആകുലതകളിൽ നിന്നും താങ്കൾക്ക് സ്വാതന്ത്ര്യം ലഭിക്കും. നിത്യമായ ഒരു സമാധാന ലഭ്യതയ്ക്ക് വേണ്ടി യേശുക്രിസ്തുവിൻ്റെ അരികിലേക്ക് വരിക. യേശുക്രിസ്തു പറയുന്നു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, നിങ്ങൾ എൻ്റെ അടുക്കിലേക്ക് വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അങ്ങനെയെങ്കിൽ ഈ പകൽക്കാലം താങ്കളോട് എനിക്ക് പറയുവാനുള്ളത്, യേശുവിൽ വിശ്വസിക്കുക. നമ്മുടെ രാജ്യം സമാധാനവും ഐശ്വര്യവും കൊണ്ട് നിറയട്ടെ. നമ്മുടെ രാജ്യം 78ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഒരിക്കൽ കൂടെ എല്ലാവർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ നേർന്നുകൊണ്ട്
നിർത്തുന്നു. ദൈവം ഏവരെയും സഹായിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു.